എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗുണ്ടൽപേട്ട് സൂര്യകാന്തി പൂക്കളും മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഇപ്പം അങ്ങോട്ടല്ലേ പോകുന്നത്. ഇത്ര അടുത്തായിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രിയദർശിനിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10:30 സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടുത്തിട്ട് 11:45 നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ട് എന്ത് ഭംഗിയാണ് കാണാനവിടെ. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പൂ കാണാനായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് തിരക്ക് കുറവായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെണ്ടുമല്ലി, സൂര്യകാന്തി, വാടാർമല്ലി ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എന്തു ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും വന്ന് കണ്ടിരുന്നോ? അല്ലെങ്കിൽ ഇനി കാണാൻ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണോ? എന്തായാലും കാണാത്തവരൊക്കെ വന്ന് കാണണം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ പ്രിയദർശിനി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വരാമല്ലോ. അതുകൊണ്ട് അധികം പൈസ ആവുമെന്ന് വിചാരിച്ചിട്ട് ആരും വരാതിരിക്കേണ്ട, എല്ലാവരും വന്ന് കാണണം കേട്ടോ. അത്ര നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ടോ, സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാണ്. മുട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിയ പൂക്കളാണേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സൂര്യകാന്തിയിലാണെങ്കിൽ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സൂര്യകാന്തി പൂക്കൾ? നല്ല ഭംഗിയില്ലേ? സൂര്യകാന്തി ആയാലും വാടാർമല്ലി ആയാലും മല്ലി ആയാലും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടിട്ട് ഇറങ്ങി വരാൻ തോന്നില്ല, അത്ര രസമുണ്ട്. ഇനി നമുക്ക് മുന്തിരിത്തോട്ടം കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണം. മുന്തിരിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നും പറയുമ്പോൾ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.